പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. അഭിഷേകാന്തെ വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ എല്ലാവരും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ കുഞ്ഞുങ്ങൾ കൂടുതൽ നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണയാൽ വീണ്ടും നമുക്ക് ഈ നല്ല ദിവസം ഒരുമിച്ച് കൂടാൻ കർത്താവ് കൃപ നൽകി. സെഹിയോനിലെ ബഹുമാനപ്പെട്ട വട്ടാലിച്ചൻ്റെ നേതൃത്വത്തിൽ എല്ലാ അച്ഛന്മാരുടെയും പ്രാർത്ഥനകളും സ്നേഹാന്വേഷണം നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ്. എല്ലാ സെഹിയോനിലെ ശുശ്രൂഷകരുടെ സിസ്റ്റർമാരുടെ എല്ലാവരുടെയും കൂട്ടായ്മ, പ്രത്യേകിച്ച് PDMലെയും ASTMലെയും എല്ലാവരെയും സ്നേഹാന്വേഷണം അറിയിക്കുകയാണ്. അവിടെയുള്ള ബ്രദർമാരും പിന്നെയുള്ള ASTMലെ സിസ്റ്റർമാരും എല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നല്ലൊരു വിടുതൽ ഈ സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനം വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക എന്ന് പറഞ്ഞാൽ അടിമത്തത്തിലിരിക്കുന്ന ഒരാൾക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് കൽപ്പിക്കുകയാണ്, പലവിധ അടിമത്തങ്ങൾ ഇരിക്കുന്നവര്, പലതരത്തിലെ കെട്ടുകൾ ഇരിക്കുന്നവര്, പലവിധ ബന്ധനങ്ങൾ അകപ്പെട്ടു പോരെ, അവരെ വിടുവിക്കുന്ന കർത്താവ് വിജയം നൽകുന്ന കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് വചനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്, നമുക്ക് മുൻപേ അവിടുന്ന് പോയി കോട്ടകളും കൊത്തളങ്ങളും തകർത്ത് കളയും. കർത്താവ് അത്ഭുതകരമായി മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ്. വിശ്വാസത്തോടെ ചാടി എഴുന്നേക്കാം. കുട്ടികളൊക്കെ വേഗം ചാടി എഴുന്നേറ്റോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല 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 ഹല. യേശുവേ ആരാധന, 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 ആരാധന. ഹല 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 ഹല. സങ്കീർത്തനം 107:20 അവിടുന്ന് വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു. ഈ വചനത്തിന് അത്ഭുതകരമായ ശക്തിയാൽ ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ വ്യക്തികളിലേക്കും ഈശോയെ അവിടുന്ന് അത്ഭുതകരമായി നീങ്ങണമേ. കൈകൾ അടിച്ച് വിശ്വസിക്കുന്ന പ്രഖ്യാപിക്കുന്ന കൈകൾ ഉയർത്തി
യേശുവിന്റെ നാമത്തിൽ വിടുതൽ. യെശയ്യാ പ്രവചനം 49 അധ്യായത്തിൽ 25 തിരുവചനം, ശക്തനെന്ന് അടിമകളെ രക്ഷിക്കുകയും സ്വേച്ഛാധിപന് ഇരയെ രക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും. ഓ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളെ നാളുകളായി ശല്യപ്പെടുന്ന ദുരാത്മ സേനകളോട്, നാരക സേനകളോട് അങ്ങ് പോരാടുന്നത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സമൂഹത്തിൽ ഇപ്പോൾ വിടുതൽ വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നു. സംഭവിക്കട്ടെ. ആമേൻ. കൈകൾ ഉയർത്തി. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങളുടെ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങളുടെ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും സിയോൻ പുത്രി, നീ പൊടിയിൽ നിന്ന് ചാരത്തിൽ നിന്ന് തട്ടിക്കൊടുത്തേക്കാം. നിന്റെ കഴുത്തിലെ മുഖത്തിന്റെ പൊട്ടുചേർക്കുന്ന വചനത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ സമൂഹങ്ങളിൽ, കുടുംബങ്ങളിൽ നാളുകളായി പൈശാചിക പീഡകളെ ബന്ധിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ യേശു നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങളുടെ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, കർത്താവേ, അവിടുന്ന് ശാസിക്കാനും കർത്താവ് വിടുതൽ നൽകാനും നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് സേവക പട്ടാളത്തിന്റെ കൂട്ടായ്മയിൽ ദൈവമേ, അവിടുത്തെ സജീവ നാമത്തിൽ രോഗത്തിന്റെ പീഡകളാൽ കെട്ടപ്പെടുന്ന ഓരോ വ്യക്തിയുടെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. രോഗപീഡകളെ വിട്ടു നിത്യം നിബന്ധിക്കുക. കഠിനമായ ഭയം, നിരാശ, കുറ്റബോധം, ഇതുപോലെയുള്ള പൈശാചിക പീഡകളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളോടും വ്യക്തിയോടും യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നീ ഇപ്പോൾ കെട്ടടിഞ്ഞ് സ്വാതന്ത്ര്യം വിടുതൽ ഭാവിക്കുക. വിവാഹം, ജോലി, ഭവനം, ഇതുപോലെയുള്ള മേഖലകളിൽ നാടുകളെ തടസ്സപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ ഭാവിക്കട്ടെ. സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, വിടുതൽ നൽകുന്ന, നന്ദി പറയുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സന്തോഷത്തോടെ നമുക്കിരിക്കാം. ബൈബിളൊക്കെ ഉള്ളവര് ബൈബിളൊക്കെ തുറന്ന് നോട്ട്ബുക്കൊക്കെ തുറന്ന് നല്ല കൃപയിലായിരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നമ്മുടെ രക്ഷ മുൻകൂട്ടി ഉറപ്പാക്കാനുള്ള മാർഗം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷ മുൻകൂട്ടി ഉറപ്പാക്കണം. അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ തിരുവചനം, Gospel of St. John chapter 4 verse 34, ഒച്ചത്തിൽ വായിക്കാം. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപാട് തവണ നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ള നല്ല വചനമാണ്. ഈശോ പറയാണ്, എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്താണോ അത് പൂർത്തിയാക്കുക. അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ജോലിയുണ്ട്,
അത് പൂർത്തിയാക്കുക. അതാണ് എൻ്റെ ഭക്ഷണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈശോ എന്താ ഇങ്ങനെ എൻ്റെ ഭക്ഷണം ഇതാന്ന് പറയാൻ കാരണം? ഉദാഹരണം പറഞ്ഞാൽ ഈശോയ്ക്ക് വേണം ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നോ? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ യാത്ര എന്ന് വേണം ഈശോയ്ക്ക് പറയാൻ പാടില്ലായിരുന്നു? എൻ്റെ വിശ്രമം എന്ന് ഈശോയ്ക്ക് പറയാൻ പാടില്ലായിരുന്നു? എന്തായത് ഭക്ഷണം എന്ന് പറയാൻ കാരണം? ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്താൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കി അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പൂർത്തി, ഇതാണ് എൻ്റെ ഭക്ഷണം. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, അതില്ലാതെ ജീവിക്കാൻ പറ്റിയല്ല, അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനമാകുമ്പോഴേക്ക് ഈശോ ഏകദേശം കാര്യങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ എന്നതുപോലെ ഒരു വചനം വെളിപ്പെടുത്തുകയാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 17:4. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഈ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വചനങ്ങളും എനിക്കും നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി എഴുതപ്പെട്ടതാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് കർത്താവ് സൃഷ്ടിച്ച് അയക്കുമ്പോൾ ചില നിശ്ചിത ജോലികൾ നമ്മുടെ മേൽ കർത്താവ് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് എഫേസസ് ലേഖനത്തിലെ വചനമുണ്ട്, എൻ്റെ മുൻകൂട്ടി അറിഞ്ഞവരെ വിളിച്ചു വിശുദ്ധീകരിച്ചു, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ ചില സൽപ്രവർത്തികളൊക്കെ ചെയ്യാൻ വേണ്ടി യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് പറയുന്നതിന് കാരണം. അതുകൊണ്ട് ആ ജീവിതത്തിൽ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും അവിടെ എന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു കൃപ നമ്മൾ നേടിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നിങ്ങൾ വിചാരിക്കുന്ന ചിലപ്പോൾ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചു, ഞാൻ എൻ്റെ മക്കളുടെ കല്യാണമൊക്കെ നടത്തി, പിന്നെ സ്വത്തൊക്കെ വിഭജിച്ച് കൊടുത്തു, അങ്ങനത്തെ ജോലികളെല്ലാം പൂർത്തിയാക്കി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തി എന്നൊരു ചിന്തയുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഫുള്ള് ശരിയല്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്താണ് ശരിക്കും പിതാവിന്റെ ഇഷ്ടം? എന്താണ് പിതാവ് ഏൽപ്പിച്ച ജോലി? യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 6-ാമത്തെ അധ്യായത്തിൽ അതിന് 38-39 വാക്യങ്ങളിൽ ഈശോ വളരെ കൃത്യമായിട്ട് ആ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 6:38-39. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. സംശയത്തിന് ഇട കൊടുക്കാതെ വളരെ കൃത്യമായിട്ട് ഈശോ മിശിഹ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ വന്നിരിക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്, എൻ്റെ സ്വന്തം ഇഷ്ടം നിറവേറ്റാനല്ല. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരാളെ പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അതാണ് എൻ്റെ ജോലി, അതാണ് ഞാൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ജീവിത പങ്കാളി, ദൈവം ദാനമായി നൽകുന്ന മക്കള്, അവരൊരാളെ പോലും വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയാതെ വിശ്വാസത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അവരുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എത്തിച്ചുകൊണ്ടൊരു ജോലി പൂർത്തിയാക്കാനുള്ളൊരു വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു പൗരോഹിത്യ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, ആ ലെവലിൽ അതിനെ മനസ്സിലാക്കണം. എന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെടുത്തിയില്ല, മാതാക്കന്മാരെ അല്ല വിശ്വാസത്തിന്റെ കാര്യത്തിലൊക്കെ പരിശ്രമിച്ചു, അതുകൊണ്ട് മാത്രം അത് ഒതുങ്ങി തീരുമെന്ന് വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മളെ കർത്താവ് സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ വഴി രക്ഷ പ്രാപിക്കേണ്ട അനേക ആത്മാക്കളുടെ കണക്ക് ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ ഈ നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവം ക്രമീകരിച്ച് തരികയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 14-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 18:14. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് നമ്മൾ വഴി രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്ന ആത്മാക്കളിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ
സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് ദൈവകൃപയുണ്ട്. ഈ ഒരു വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ 1 Corinthians 9:16 പഠിക്കുന്നത് നല്ലതാണ്. 1 Corinthians chapter 9 verse 16. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ പൗലോസ് പറയാണ്, എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസായത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗം അനുസരിച്ചാണ് ഞാനത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈശോനെ അറിയാത്ത ആൾക്ക് ഈശോനെ കൊടുക്കുക, കർത്താവിനെ കേട്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വചനം കൊടുക്കുക. നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിൽ, ഓഫീസിലായിരിക്കാം, സമൂഹത്തിൽ വിവിധ തുറകളിലായിരിക്കാം നമ്മൾ സേവന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ആൾക്കാരെ യേശുവിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന വലിയൊരു കടമയുണ്ട്. അതാണ് സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. കടമ എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബജീവിതം നയിക്കുന്ന ഒരാളെങ്കിൽ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ കുടുംബത്തിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുക എന്നുള്ളത് ആ പാരൻസിന്റെ കടമയാണ്. Praise the Lord. Praise the Lord. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളൊരു കടമയാണ് എൻ്റെ സഹോദരങ്ങൾ, ഇതെൻ്റെ കടമയാണ്. അത് ഞാൻ സ്വമനസാലെ ചെയ്യണം, വേറെ ആരും പറഞ്ഞിട്ടില്ല. പ്രതിഫലമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഈശോനെ അറിയാൻ ഈശോ അനേക അവസരങ്ങൾ തന്നു. കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസത്തിൽ ജനിച്ച കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരാൻ ദൈവം അവസരം തന്നു. ദേവാലയം, വിശുദ്ധ കുർബാനയർപ്പണം, കൂദാശകള്, വചന ശുശ്രൂഷകള്, ധ്യാനങ്ങള്, എന്തുമാത്രം മാർഗങ്ങളിലൂടെ നമ്മൾ കർത്താവിനെ അറിഞ്ഞു, ഇന്നും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. Praise the Lord. ഓരോ സെക്കൻഡിലും ദൈവത്തിന്റെ പരിപാലന ആശീർവാദങ്ങളിലൂടെ ഒക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? യേശയ്യാ പ്രവചനത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ 10-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 43 verse 10, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. Praise the Lord. Praise the Lord. ആ വചനത്തിലേക്ക് നിങ്ങൾ ഒന്നുകൂടെ നോക്കിയിരിക്കുക സഹോദരങ്ങളെ. എന്താണ് കർത്താവ് പറയുന്നത്? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞ് വിശ്വസിക്കാൻ, ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. ധ്യാനത്തെ സംബന്ധിച്ചു വലിയ ദൈവ അനുഭവം കിട്ടി, ഒരു രോഗശാന്തി കിട്ടി, ഒരു വിടുതൽ കിട്ടി, തടസ്സങ്ങൾ മാറി. ഉദാഹരണം പറഞ്ഞതാണ്. അല്ലെങ്കിൽ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ വിശുദ്ധ കുർബാന സംബന്ധിച്ചു, വലിയ ദൈവിക സാന്നിധ്യം കിട്ടി. എന്തിനു വേണ്ടിയിട്ടാ? ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ആ സാക്ഷ്യം? യേശു അല്ലാതെ വേറെ ഒരു ദൈവമില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഈശോയുടെ നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 12-ാം തിരുവചനം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിലല്ലാതെ മറ്റൊന്നിലും രക്ഷയില്ല. ഈ ഒരു വിശ്വാസത്തിലേക്ക് അനേകരെ കൊണ്ടുവരാനുള്ള വിളിയാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത്. ഈശോനെ കുറിച്ച് അറിയിക്കാനുള്ള വിളിയാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത്. Praise the Lord. Praise the Lord. എന്റെ ഇതാണ് പിതാവിന്റെ ഇഷ്ടം. അതാണ് കർത്താവ് പറഞ്ഞത്, ഭക്ഷണം കഴിക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഈശോയെ കൊടുക്കാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി എങ്ങനെ ജീവിക്കാൻ പറ്റും? ഹല്ലേലൂയ. Hallelujah. നമ്മൾ വഴി രക്ഷ പ്രാപിക്കേണ്ട എത്ര ആത്മാക്കൾ ഇതിനോടകം രക്ഷ പ്രാപിച്ചു. അവനവന്റെ പ്രായം അനുസരിച്ച് ചിന്തിക്കണം. ദൈവം കഴിവ് തന്നില്ലേ? ദൈവം സമയം തന്നില്ലേ? ദൈവം സമ്പത്ത് തന്നില്ലേ? ദൈവം സാഹചര്യം തന്നില്ലേ? ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് പഴയ നിയമത്തിൽ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായത്തിൽ 4-5 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 36 verse 4 and 5. അവരുടെ മുൻപിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുൻപിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും
അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അതുകൊണ്ട് അവര് പ്രാർത്ഥിക്കുന്നത് എന്താ? ദൈവമേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ. ഈശോയെ സമൂഹ മധ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഈശോ ചെയ്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇപ്പൊ സാക്ഷിയൊക്കെ പറയുമ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ പറയുമ്പോ അവര് പ്രാർത്ഥിക്കുക, ദൈവമേ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞല്ലോ, അനുഭവിച്ചല്ലോ, അതുപോലെ ഇവരും അങ്ങയെ അറിയാൻ ഇടവരട്ടെ, അങ്ങല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് ഇവരും മനസ്സിലാക്കാൻ ഇടവരട്ടെ എന്നാണ് അവരുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് ഭക്ഷണം പോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ്. നമ്മുടെ ആത്മരക്ഷയുമായി ഇതിന് ഒരുപാട് ബന്ധമുണ്ട്. നമ്മുടെ ആത്മരക്ഷയുമായി ഇതുമായി ഒരുപാട് ബന്ധമുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, മഹാവിശുദ്ധനായ വിശുദ്ധ അൽഫോൻസിലിഗോര് പറയുന്നൊരു കാര്യമുണ്ട്. അൽഫോൻസിലിഗോര് പറയുന്നത് ഇങ്ങനെയാണ്: ഒരാള് പുണ്യത്തിൽ ജീവിച്ചു എന്നതുകൊണ്ട് മാത്രം ആ വ്യക്തിയുടെ ആത്മരക്ഷ ഉറപ്പാകണമെന്നില്ല. പ്രൈസ് ദ ലോർഡ്. Praise the Lord. പ്രത്യേകിച്ച് പുരോഹിതരെ സമർപ്പിതരൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറയാണ്, പുണ്യത്തിൽ ജീവിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ആത്മരക്ഷ ഉറപ്പാകണമെന്നില്ല. മറിച്ച് അനേകരുടെ ആത്മരക്ഷ ഉറപ്പാക്കുമ്പോഴാണ് നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ചിലപ്പോ ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ അഗസ്ത്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സെന്റ് അഗസ്ത്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരാത്മാവിനെ നിങ്ങൾ രക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ നിങ്ങൾ മുൻകൂട്ടി നിർണയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പൊ ഈശോയെ അറിയാത്ത ഒരാത്മാവിനെ ഈശോയെ കുറിച്ച് പറഞ്ഞ്, നമ്മുടെ ദൈവാനുഭവം പറഞ്ഞ്, സാക്ഷ്യങ്ങൾ പറഞ്ഞ്, വചനം പറഞ്ഞ് ഈശോയിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കി കഴിയാണ്. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഇന്നിപ്പോ കുട്ടികളൊക്കെ അഡ്മിഷനൊക്കെ സീറ്റ് ആദ്യം ഉറപ്പാക്കും അല്ലേ? സീറ്റൊക്കെ ഉറപ്പാക്കി നേരത്തെ തന്നെ ഉറപ്പാക്കി വെച്ചിട്ട് അഡ്മിഷൻ എടുത്ത് അങ്ങനെ പോകുന്നത് പോലെ തന്നെ എൻ്റെ സഹോദരൻ, നമ്മൾ ഏതൊരു കാര്യം ഉറപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല. അല്ലെങ്കിൽ കിട്ടുവാവോ ലഭിക്കുവാവോ ഭയങ്കര ടെൻഷനാണ്. ഇത് ഉറപ്പാക്കാൻ പറ്റും. അഗസ്ത്യൻ പറയുകയാണ്, ഒരാത്മാവിനെ രക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കുകയാണ്. ഇത് വിശുദ്ധ അഗസ്ത്യൻ പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യാക്കോബസ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 20-ാം തിരുവചനത്തിലാണ്. സെന്റ് ജെയിംസ് ചാപ്റ്റർ 5:20. നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിക്കാം. പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയാ. Hallelujah. അപ്പൊ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ അതിനകത്തുനിന്ന് പറഞ്ഞ് പുറകെ നടന്ന്, ചിലപ്പോൾ മദ്യപാനിയായിരിക്കാം, അല്ലെങ്കിൽ ചില ചീത്ത കൂട്ടുകെട്ട് എന്തെങ്കിലും ആകട്ടെ, ചില അടിമത്തങ്ങളായിരിക്കാം, അങ്ങനെ നടക്കുന്ന ഒന്നാം പ്രമം ലംഘിക്കുന്ന ആളായിരിക്കാം. അങ്ങനെ വ്യക്തിയുടെ പുറകെ നടന്ന് അയാളെ കുമ്പസാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആരാണ് കൊണ്ടുവരുന്നത്? ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങളുടെ കറകളും കടങ്ങളും തുടച്ചു മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മരക്ഷ ഉറപ്പായി. ശുദ്ധീകരണ സ്ഥലം തൊടാതെ സ്വർഗത്തിൽ പോകാൻ തക്ക വിധം തുടച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല. ഹല്ലേലൂയ. Hallelujah. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ അൽഫോൻസിലിഗോര് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. നമുക്കൊന്ന് വായിക്കാം. സഹായം ആവശ്യമുണ്ടായിരുന്ന ഒരാത്മാവിനെ രക്ഷിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതം വിനിയോഗിച്ചാൽ, ആ ആത്മാവിൻ്റെ ക്ലേശങ്ങളിൽ നിങ്ങൾ ആശ്വസിപ്പിച്ചാൽ, നിങ്ങളുടെ ഐഹിക മരണസമയത്ത് കർത്താവ് നിങ്ങളെ പ്രകാശത്തിൽ നിറയ്ക്കും. നിത്യമരണത്തിൽ നിന്നും നിങ്ങൾക്ക് കർത്താവ് വിടുതൽ നൽകും. ഹല്ലേലൂയാ. Hallelujah. എന്താണ് അതിന്റെ അർത്ഥം? സഹായം ആവശ്യമുണ്ടായിരുന്ന ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വീണ് പോകുന്ന ഒരു ആത്മാവാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളെ പ്രാർത്ഥിച്ചും പരിഹാരം ചെയ്തും ശക്തിപ്പെടുത്തിയും വചനം കൊടുത്തും ധ്യാനത്തിന് പറഞ്ഞു കൊടുത്തും പല ശുശ്രൂഷകളെല്ലാം ചെയ്ത് ശക്തിപ്പെടുത്തി കൊണ്ടുവന്നാൽ, അങ്ങനെ ഒരു ആത്മാവ് ശക്തിപ്പെടുത്തിയാൽ നമ്മൾ മരിക്കുന്ന സമയത്ത്, അതാണ് ഐഹിക മരണസമയം, ഈ ലോകത്തിൽ ജീവൻ വേദപ്പെടുന്ന സമയത്ത് നമ്മുടെ ആത്മാവിനെ പ്രകാശത്താൽ നിറയ്ക്കും. ഹല്ലേലൂയാ. Hallelujah. എന്ന് പറഞ്ഞാൽ നിത്യരക്ഷയിലേക്കുള്ള വാതിലാണ് തുറക്കുന്നത്. ഇത് സത്യമാണ്. നിങ്ങൾക്ക് ബൈബിളിൽ 100 കണക്കിന് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഫിലിപ്പി ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം, കൂടാതെ എൻ്റെ ആത്മസുഹൃത്തായ ക്ലെമന്റിനോടും
എൻ്റെ മറ്റു സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. അവരുടെ നാമം ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നോക്ക്, പൗലോസ് തന്റെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയാണ്, ആ ക്ലെമന്റിനോടും പിന്നെ ആ സുവിശേഷ വില സഹായിച്ച കുറെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ അതിനോട് കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നവര്. കാര്യം ആൾക്കാരെ പറഞ്ഞു ഇതൊരു ബോധമില്ല, അല്ലെങ്കിൽ ഇതിനൊരു ഉപകാരം, ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുക മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് എന്നൊക്കെ ആൾക്കാർ കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞു. പക്ഷേ ആ സ്ത്രീകളുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് സഹായിച്ചേക്കണം. എന്താ കാരണം എന്നറിയോ? അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഈശോ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിനക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും, സാഹചര്യമില്ലെങ്കിലും, വീടിന്റെ ഉൾമുറിയിൽ നിന്ന് ചങ്ക് പൊട്ടി കരഞ്ഞ് മധ്യസ്ഥം വഹിച്ച് നീ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, ജീവന്റെ പുസ്തകത്തിലേക്ക് പേരെഴുതുക. നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കാനുള്ള മാർഗമാണ് അനേക ആത്മാക്കളുടെ രക്ഷ എന്നുള്ളത്. ദാനിയേൽ പ്രവചനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം, ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നും പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വചനം നോക്ക്, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ. നീതിമാൻ ആരാ? ഈശോ മിശിഹായാണ്, യേശുക്രിസ്തുവാണ്. അപ്പൊ അനേകരെ യേശുവിലേക്ക് നയിക്കുന്നവന്റെ പ്രത്യേകത നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നും പ്രകാശിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ വലിയ പ്രകാശത്തിൽ നിറയാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. അത് കുടുംബത്തിൻ്റെതാണ്, സന്യാസ ജീവിതത്തിൻ്റെതാകാം, പൗരോഹിത്യത്തിൻ്റെതാകാം. ആ ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ സഹോദരങ്ങൾ നമ്മൾ വഴി രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് പിതാവായ ദൈവം ഏൽപ്പിക്കുന്ന ജോലി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അലസത കൂടാതെ ആത്മാക്കൾക്ക് വേണ്ടി പണിയെടുക്കാൻ കർത്താവ് അഭിഷേകം ചെയ്യട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നമ്മുടെ ആത്മരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവരെയും സമൂഹത്തിലുള്ളവരെയും പോരാ, നമുക്ക് ചുറ്റുമുള്ളവരെയും ദേശാന്തരങ്ങളുള്ളവരെയും നേടാനുള്ളൊരു കൃപ നമുക്ക് നേടാം. യാക്കോബ് ശ്രീകൃതി ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം, നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഓരോ ആത്മാവിനെ തിരിച്ചു വരവ് കർത്താവ് അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. ഉള്ളൊരുകെ പ്രാർത്ഥിക്കട്ടെ. പാപം പെരുകിടുന്നു, ലോകം നശിച്ചിടുന്നു, ഉള്ളം തകർന്നിടുന്നു യേശുവേ. ലോകം മുഴുവനും പാപത്തിൻ മോഹത്തിൽ നാശത്തിൻ വീതിയിൽ നീങ്ങിടുന്നു. ഉള്ളം തകരുന്ന നൊമ്പരമോടെ ആത്മാക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി വിളിക്കട്ടെ, യേശുവേ, 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 യേശുവേ. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിൽ അത്ഭുതകരമായി ഇടപെടുന്ന